എൻ്റെ യൂട്യൂബിലുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളോടും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ഞാൻ ഒരു വീഡിയോ എടുത്ത് ഇതിനെപ്പറ്റി ക്യാമറിനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ മുഴുവനും കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കടയും തലയൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണ് ഇപ്പം പറയണമെന്നുള്ളത്. അപ്പോൾ എനിക്ക് ഒരു ഉപകാരം ഉണ്ടായതിൻ്റെ പേരിലാണ് നാളെ നിങ്ങൾക്കും അതിൻ്റെ ഒരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നാളെ നിങ്ങൾക്കും തോന്നുകയാണ് ഇപ്പം പറഞ്ഞതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം എന്ന്, ഞാനും അതേമാതിരി ചെയ്ത് നോക്കട്ടെ എന്നുള്ളത് അതുകൊണ്ട് നിങ്ങളോട് പറയട്ടെ. അല്ല നിങ്ങളെ കാരണം വെച്ചാൽ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ഇഷ്ടമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഇല്ലാത്തത് പറയുന്ന ഒരാളല്ല, ഉള്ള കാര്യം പറഞ്ഞിട്ട് അത് പറഞ്ഞ കാര്യം എന്തെങ്കിലും കൈ കൂടെ കൂട്ടി പറിച്ചാലൊന്നും ഞാൻ ചെയ്യാത്തതാണെന്ന് നിങ്ങൾക്ക് എല്ലാവരോടും പറയുന്നുണ്ട്. എനിക്ക് ഈ നുണ പറഞ്ഞിട്ട് മറ്റുള്ളവരെ അരം കൊള്ളിക്കണ പരിപാടി ഞാൻ ചെയ്യലില്ല. എൻ്റെ ജീവിതത്തിൽ കടന്നു പോയ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തിനാണ് വിടണമെന്ന് അറിയാം, നാളെ നിങ്ങൾക്കും അതിൻ്റെ ഒരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നാളെ നിങ്ങൾക്കും തോന്നുകയാണ് മാന് ചെയ്തത് ഇങ്ങനെയൊക്കെയാണ്, എന്നാൽ ഞാനും അതേമാതിരി ഓരോന്ന് ചെയ്യട്ടെ. അതിനാണ് ഞങ്ങളുടെ ഈ ക്യാമറയുടെ മുന്നിൽ ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയുന്നത്. 13/6/2000 ഞാൻ വിടുന്ന വീഡിയോ ചിലപ്പോൾ അന്നേക്കുള്ള വീഡിയോ ഉണ്ടാവും. അതിലുള്ള സംഭവം വെച്ചിട്ട് പറയുകയാണ്. ഇത്രയും ക്യാമറ ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ നോക്കി, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3. ഈ തോട് ഇതാ കാണുന്നത്. ഈ തോട്ടിൻ്റെ അവിടെ ഞാൻ ഈ ക്യാമറ വെക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ പിന്നെ ഇവിടെ, കാരണം കണ്ടമാനം വീഡിയോസ് നീണ്ടുപോയാൽ നിങ്ങൾക്ക് എന്നോട് ഒരു വെറുപ്പ് തോന്നും. അപ്പോൾ ഇത് എന്തിന് ഞാൻ വെച്ച് അതിൻ്റെ ഒരു സംഭവം ഞങ്ങൾക്ക് വേറെ ആയിക്കൂടെ യഥാർത്ഥ സംഭവങ്ങൾ ഞാൻ പറയും. ഇല്ലാത്തത് പറയില്ല കേട്ടോ, ഇല്ലാത്ത ഒന്നും ഞാൻ പറയും. എൻ്റെ ജീവിതത്തിൽ ഇവിടെ നടന്നു പോയ പല സംഭവങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. അപ്പം ഇനി നീട്ടി പോകണില്ല. ഞാൻ ഇത്രയും ക്യാമറ ഇവിടെ വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങണ റൂമാണ് എൻ്റെ റൂമത്. അപ്പോൾ ഇതിൽ ഞാൻ പോയി കഴിഞ്ഞാലും എൻ്റെ മക്കളൊക്കെ ഇതിലൂടെ കിടന്നുറങ്ങും. അപ്പോൾ എൻ്റെ കുട്ടികൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ എന്തിനാണ് ഈ വീടിൻ്റെ ഇവിടെ ടി വി വെച്ചതിൻ്റെ കാരണം എന്താ അറിയോ, ഇതിൻ്റെ പിന്നിൽ വേറൊരു രഹസ്യങ്ങളുണ്ട്. കാരണം എൻ്റെ ഈ ടി വി കൊണ്ടുവരാനുള്ള കാരണം എൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ കഥ ഞാൻ പിന്നെയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഏതായാലും ഇത് രണ്ടും ചിന്തിച്ച് എൻ്റെ ഉപ്പാക്ക് ടി വി ഉണ്ടായിക്കോട്ടെ, ഇപ്പം ഇവിടെ ഇരുന്നിട്ട് കുറച്ച് മാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പാക്ക് വാർത്ത കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് അതിനും വെച്ച് ഇതുകൊണ്ട് വേറെയും ചിന്തിച്ച് ഈ ടി വി വെച്ചുള്ള ഗുണം എന്താണെന്നുള്ളത്. കുട്ടികൾക്ക് ഉറക്കം വരുവോളം കുട്ടികൾ രാത്രി 11 മണി 12 മണി 1 മണി വരെ ഇങ്ങനെ മൊബൈലിൽ ഇരുന്ന് നോക്കിയാൽ പിടിക്കുന്നത് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരാൾ വരുന്നതും ചാടി കിടക്കുന്നതും ഒക്കെ ഈ വീടിൻ്റെ ചുറ്റുഭാഗം ക്യാമറ വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരുപാട് ഗുണമുണ്ട്. അപ്പോൾ ഈ മൊബൈലിൽ ഉറക്കം വരുവോളം കുട്ടികൾ അതിൽ നോക്കുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ഇങ്ങനെ കെടുക്കാണ്ട് മൊബൈലിൽ നോക്കുന്ന സമയത്ത് ഒരാൾ വരുന്നതും ചാടുന്നതൊക്കെ ഏകദേശം കാണാം. അപ്പോൾ ഈ റൂമിൽ നിങ്ങൾ കിടന്ന് ഉറങ്ങുന്ന ഹാളിൽ ഈ റൂമിൽ നിങ്ങൾ ഒരു ക്യാമറ നിർബന്ധമാക്കുക. ഓക്കെ, ഒരു ക്യാമറ അല്ല വെക്കാൻ പറയും, ടി വി നിർബന്ധമാക്കുക. വീടിൻ്റെ ചുറ്റുഭാഗം വെച്ച ക്യാമറ കാണാനുള്ളത്. ആരെങ്കിലും കിടക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയേണ്ടത് വൈഫൈൻ്റെ ക്യാമറ നിർബന്ധമാക്കുക. വീടിൻ്റെ ചുറ്റുഭാഗം സംസാരിക്കണത്, നിങ്ങളെ സംസാരം അങ്ങോട്ട് കടക്കണ കള്ളനക്കും കേൾക്കണം, കള്ളം പറയണത് നിങ്ങൾക്കും കേൾക്കണം. ഈ തരത്തിലുള്ള ക്യാമറ നിർബന്ധമാക്കുക, വീടിൻ്റെ ചുറ്റുഭാഗം വെക്കുക. അപ്പം ഞാനത് 13 ക്യാമറ വെച്ചിട്ടുണ്ട്. 13 ക്യാമറ വെക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ എന്തോ ഓന് സ്വർണ്ണേറ്റ് വരികയെന്ന്. അതൊന്നുമില്ല. ഇവിടെ വന്നാൽ ഒരു കുന്തം കിട്ടില്ല. ഇതന്നെ സാധനം. ഇവിടെ വന്ന എൻ്റെ കുറച്ച് തുണിയും കുപ്പായും ഇവിടെ കുറേ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അല്ലാതെ ഇവിടെ എൻ്റെ അടുത്ത് ഒരു കുന്തവും ഇല്ല. ഇനിയിപ്പോൾ നിങ്ങൾ വന്നാലും നിങ്ങൾക്ക് കാണാം. ഞാനിവിടെ ഉള്ള സംഭവം പറയാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും കിടക്കുന്ന സമയത്ത് ഈ കുട്ടികൾ മൊബൈലിൽ നിന്നിട്ട് ഒരൊറ്റ വിളിച്ചാൽ മതി. ആരാടാ അതെന്ന് പറഞ്ഞാൽ മതി. ആരാണ് നിന്നിട്ട് പറഞ്ഞാൽ ഈ സംസാരം എവിടെ നിന്നാണോ കള്ളം വരുന്നത് അയാൾക്ക് കേൾക്കാൻ കഴിയും. അയാൾ അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാനാണെന്ന് പറഞ്ഞാൽ അത് തിരിച്ച് എൻ്റെ കുട്ടികൾക്കും കേൾക്കാം. ബോംബെയിലുള്ള ഞാൻ ബോംബെയിലാണ് താമസിക്കും, എനിക്കും കേൾക്കാം. അപ്പോൾ അത് കക്കാൻ വിചാരിച്ചവൻ എന്തിനാണ് ഈ രാത്രി കക്കാൻ വരുന്നത് എന്തിനാണ്? ആരും കാണാതെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും എന്നുള്ള പൂർണ്ണ ഉറപ്പ് വന്നിട്ടാണ് ഒരു മനുഷ്യൻ രാത്രി കക്കാൻ വരുന്നത്. ആ സമയത്ത് നമ്മൾ വീട്ടിൻ്റെ അകത്ത് നമ്മൾ ഉറങ്ങിയിട്ടില്ല. അതിനാണ് നമ്മൾ ഇവിടുന്ന് സൗണ്ട് ഉണ്ടാക്കുന്നത്. ആരാടാ എന്നുണ്ട് പറഞ്ഞാൽ വേഗം മറ്റൊരുക്ക് ആ വീരം കേട്ട പോയി കക്കാൻ വരണം. എന്ത് ചെയ്യും? ഇത് ആൾ അറിഞ്ഞിക്കണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ നിൽക്കില്ല. ഓൻ വേഗം തടി കഴിച്ചിട്ടാവും. അല്ലെങ്കിൽ ഓനിക്കറിയാം നമ്മളിവിടെ ചുറ്റളവിലുള്ള ആൾക്കാരാണ്. ഒരു മെസ്സേജ് എൻ്റെ വിട്ടുകൊടുത്താൽ എല്ലാവരും ഇവിടെ നിന്നിട്ട് വളഞ്ഞിട്ട് ഓനക്കുള്ള ഇറച്ചിയും പൊറാട്ടയും നല്ലാണ്ട് വയറിറച്ചാണ്ട് കൊടുക്കും. അപ്പോൾ അത് പേടിച്ചിട്ട് എന്ത് ചെയ്യും? ഇവിടെ ആൾ ഉറങ്ങിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആൾ വേഗം തടി കഴിച്ചിട്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമാണ് ഈ നിങ്ങൾ കിടന്ന് ഉറങ്ങുന്ന റൂമിൽ ടി വി നിർബന്ധമാക്കുക. അതുപോലെ വൈഫൈൻ്റെ സ്പീക്കർ ഫോണ് സംസാരിക്കണ സൗണ്ട് നല്ല വേണം. എവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞത് വീണ്ടും ഇതന്നെ പറയണേ, എവിടെ നിന്നാണ് ചാടണ ഇതന്നെ വരണേ, ആരാടായെന്ന് പറഞ്ഞാൽ ആ സൗണ്ട് അവിടെ കേൾക്കും. ഇവൻ തിരിച്ചു ഓടും. ഇവിടെ നിന്നാണ് ആ വരണമെന്നുണ്ടെങ്കിൽ ആരാടായി എന്ന് പറഞ്ഞാൽ ആ സൗണ്ട് അവിടെ ഉണ്ടാവും. നമ്മൾ സംസാരിക്കുന്ന സൗണ്ട് ഓനിക്കും കേൾക്കും, ഓൻ സംസാരിക്കണ ഇങ്ങോട്ടും കേൾക്കും.
എല്ലാ ഭാഗത്തും ക്യാമറ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേറെ സംഭവം പറഞ്ഞുതരാം. ഇനി ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ഇവിടെ കാണി, അത് സൗണ്ട് കുറച്ചാൽ ഉണ്ണിയാ ഇവിടെ കാണി. ഇവിടെ ഡൈനിങ് ഹാളിലും ഞാൻ ടി വി വെച്ചിരിക്കുകയാണ്. കണ്ടില്ല നിങ്ങൾ? ക്യാമറ അല്ല കേട്ടോ, ടി വി വെച്ചിരിക്കുകയാണ്. ആ എന്തിനാ ഈ വെച്ചിരിക്കണമെന്ന് അറിയാം? കണ്ടില്ലേ? ഈ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇവിടെ വന്ന് കിടന്നുറങ്ങുക. ലൈറ്റ് എടുത്ത് കുട്ടികൾ ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ രാത്രി ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് അത് നല്ല അവിടുന്ന് ആരൊക്കെയാണ് ചാടണ് പൊടിക്കണം എന്താണ് ആളെന്നത് രാത്രി 12 മണി ആയാലും ഈ മക്കൾ അവിടുന്ന് ഒരാൾ വരണതൊക്കെയും കാണാം. അപ്പോൾ ഇവിടുന്ന് ഉറക്കം കണ്ണിലേക്ക് പൂർണ്ണമായി ഉറക്കം വരുന്നുണ്ടെന്ന് കണ്ട വേഗം കുട്ടികൾ ഇവിടെ ഉറങ്ങണവരെ വെച്ചാൽ ഇവിടെ ഉറങ്ങും, അതല്ലെങ്കിൽ അവിടെ കിടന്നുറങ്ങും. അവിടെ കിടന്നുറങ്ങിയാൽ രാത്രി മക്കൾക്ക് ഒരു പേടിയില്ല. സത്യം പറഞ്ഞു, കുട്ടികൾക്ക് ഇത് ക്യാമറ വെച്ചതിന് ശേഷം മക്കൾക്ക് പേടിയൊക്കെ തീർന്നു. മറ്റേത് അതല്ല, കുട്ടികൾ എൻ്റെ അനിയന്മാരെ വീടൊക്കെ അപ്പുറത്തപ്പുറത്തൊക്കെ ഉണ്ട്. അവർ വിളിച്ച് പറയില്ല എളാപ്പ അങ്ങനെ സൗണ്ട് കേട്ട് അത് കേട്ടാണ് ഈ തകരത്തിൻ്റെ മുകളിലേ ഓരോന്ന് ഈ പൂച്ച അല്ലെങ്കിൽ കോക്കാപ്പൂച്ച അതൊക്കെ അവിടെ വന്നിട്ട് വരണമെന്നാണ്. ആ സൗണ്ട് കേൾക്കുമ്പോൾ മക്കൾ വിചാരിക്കണം എന്താ വെച്ചാൽ ആരോ കള്ളന്മാർ വന്നിട്ട് കയറി ഇറങ്ങി എന്നുള്ളൊരു തോന്നലാണ് മക്കൾക്ക്. അങ്ങനെ എൻ്റെ അനിയനെ അവിടുന്ന് ഓടി വരും. വന്ന് നോക്കുമ്പോൾ ഓനോ അല്ലെങ്കിൽ അപ്പത്തിന് ഇവിടെയുള്ള മറ്റേ കമ്പനിക്കാരൊക്കെ ഉണ്ട്, അവർക്ക് വിളിക്കും അവിടെ എന്തോ ഒരു സംഭവം നടക്കേണ്ട ഒന്ന് പോയി നോക്കി. എന്നാൽ ഇവിടെയുള്ള അയൽവാസികളൊക്കെ ഓടി വരും. വന്ന് അയൽവാസികൾ വെച്ചാൽ നമ്മളെ മറ്റേ കമ്പനിക്കാരൊക്കെ വന്ന് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഈ ക്യാമറ വെച്ചതിൻ്റെ ശേഷം ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഇപ്പോൾ ഇവിടെ കാണി എത്ര ക്യാമറ വെച്ചിക്കണമെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ പറയുന്നത് 1,00,000 ഉറുപ്പ്യ ആയി എനിക്ക് ഈ ക്യാമറ വെക്കാൻ. ഇതൊന്ന്, അവിടത്തെ 1, 2 അതിൻ്റെ കടട അവിടെയും വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചേരട്ടാ, അവിടുത്തെ ക്യാമറ കാണുന്നുണ്ടെങ്കിൽ അവിടെയും വെച്ചിട്ടുണ്ട്. ഇവിടത്തെ ക്യാമറ നോക്കി, ഇവിടെ ഒരു ക്യാമറ, ഇവിടെ ഒരു ക്യാമറ, അവിടെ ഒരു ക്യാമറ, പെരയുടെ അവിടെ ഒരു ക്യാമറ ഒക്കെ കാണിച്ചു തരികയാണ്. ഇവിടെ ഒന്ന് വൃത്തിയായി കണ്ടിട്ട് ഞാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അവിടത്തെ ക്യാമറ വേണ്ടെങ്കിൽ അവിടെയും ക്യാമറ. ഇനി പെരയുടെ അപ്പുറത്തുണ്ട് ഇവിടത്തെ ക്യാമറ, ഇവിടത്തെ ക്യാമറ, അവിടെയും ക്യാമറ. പെരയുടെ ചുറ്റുഭാഗം ഞാൻ ക്യാമറ വെച്ചിരുന്ന് വെക്കുമ്പോൾ നമ്മൾ ആ പണിക്ക് ഇറങ്ങുക അല്ലെങ്കിൽ അതിക്ക് ഇറങ്ങാതിരിക്കുക. കാരണം നമുക്ക് 4 ഭാഗത്ത് ക്യാമറ വെച്ചിട്ടൊന്നും കാര്യമില്ല. ചിലപ്പോൾ വേറെ എവിടെയെന്നെങ്കിലും ഭാഗത്ത് കൂടെ കള്ളന്മാർ വരിക നോക്കണം. അപ്പോഴാണ് വീട്ടിൻ്റെ അകത്ത് വരുന്നത്. ചുറ്റുഭാഗം വെച്ചോളൂ. 1,00,000 ഉറുപ്പ്യ ഞാൻ ഇതിൽ പൈസ ഉണ്ടാക്കി ചെയ്തതല്ല, ഞാൻ അവിടുത്തെ കടം വാങ്ങിയിട്ട് ചെയ്തതാണ്. എല്ലാവരും എന്നോട് പറഞ്ഞു എനിക്കെന്താണ് ഇവിടെ ക്യാമറ ഒന്നും വെക്കാത്തതെന്ന്. ഒരുപാട് ഞാൻ കയറി വന്നപ്പോൾ ഒരു കൊല്ലം കൂടി ആയിട്ടില്ല. അപ്പോൾ ഞാൻ വെച്ചില്ല. കാരണം അപ്പോൾ ഞാൻ വെച്ച് ക്യാമറക്ക് വെച്ച് ഇതിനൊക്കെ ഗുണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്ന്. നിങ്ങൾ വീട്ടിൽ വെക്കുമ്പോൾ ഡൈനിങ് ഹാളിലും ക്യാമറ വെക്കുക. അതുപോലെ ഇവിടെയും കിടന്നുറങ്ങണ റൂം ഇവിടെയൊക്കെയും ക്യാമറ വെച്ചോളൂ. ഇല്ല ക്യാമറ അല്ല കേട്ടോ, ഈ ടി വി വെക്കുക. എന്നിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ടാൽ ഒരുപാട് ഗുണമുണ്ട്. നിങ്ങൾ പ്രവാസി ലോകത്ത് ഇപ്പോൾ എൻ്റെ കുട്ടികൾ രാത്രി ഇവിടെ കിടന്നുറങ്ങി ഉറങ്ങണ സമയത്ത് നമ്മൾ ചിലപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ പണീൻ്റെ തിരക്കിൽ എന്തെങ്കിലുമൊക്കെ അപ്പം നമ്മൾ മൊബൈൽ നോക്കും. ഇവിടെ രാത്രി മക്കൾ ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ മൊബൈലിൽ നമ്മൾ എൻ്റെ പേര് ബോംബെയിലും ടി വി ഉണ്ട്. എൻ്റെ കിടന്ന് ഉറങ്ങുന്ന റൂമിൽ അവിടെ ടി വി ഉണ്ട്. ആ ടി വിയിലും ഇവിടുത്തെ എല്ലാ സംഭവവും അതിലിങ്ങനെ കാണും. അപ്പം നമ്മൾ അവിടെ ഇരുന്ന് നമ്മൾ ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഇവരെ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ 1 മണി 2 മണി വരെയൊക്കെ നമ്മളിങ്ങനെ മൊബൈൽ എന്തെങ്കിലുമൊക്കെ നോക്കി കാണുമ്പോൾ അപ്പോഴും നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ഒരൊറ്റ വിളി വിളിച്ചാൽ മതി. ആരാടായി ഒന്നാണ്ട് പറഞ്ഞാൽ ഈ സൗണ്ട് ആ വരുന്ന ആൾക്കാർക്കും കേൾക്കും. കള്ളം വരുന്നുണ്ട് ഓൻ അച്ഛാ, പിന്നെ ഓൻ അവിടെ നിൽക്കില്ല, ഓടി കഴിച്ചിലാവും. കാരണം ഓനക്കറിയാം കള്ളന്മാർ രാത്രി ഞാൻ അപ്പോഴും പറഞ്ഞു ഒരാൾ ഉറങ്ങിയതിന് ശേഷം ഒരു കക്കാൻ വരുന്നത്. എന്നാൽ ഇനി വേറൊരു കാര്യം കൂടി പറയേണ്ടി